ആത്മാവിലും സത്യത്തിലും ആരാധന, 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 യാഹോവ ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന, ആരാധന, യാഹോവ ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന, 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 യാഹോവ ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന. അങ്ങയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന, അങ്ങയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന, 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 യാഹോവ ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന, 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 യാഹോവ ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന. ചുമക്കുന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന, അദ്ദേഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന, ചുമക്കുന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന, അദ്ദേഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന, 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 യാഹോവ ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന, 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 യാഹോവ ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന. ഭൂമിയിൽ മന്നാദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന, മലയിൽ അഗ്നിയയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന, ഭൂമിയിൽ മന്നാദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന, മലയിൽ അഗ്നിയയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന, ആമേൻ. ആരാധന, ആരാധന, യാഹോവ ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന, 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 യാഹോവ ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നത് പോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും. നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിക്കും. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയുടെ എല്ലാ ശ്രോതാക്കൾക്കും അനുഗ്രഹീതമായ പ്രഭാത വന്ദനം ആശംസിക്കുന്നു. ശാപമായിരുന്നത് പോലെ അനുഗ്രഹമായി തീരും എന്ന വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൊടുപ്പുറപ്പുകളെ, കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവർ അനേകരുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവർ. ഭയത്തിനടിമകളായി കഴിയേണ്ടിയ ആവശ്യമില്ല. അവർ ധൈര്യമായിരിക്കുകയും ധൈര്യത്തോടെ തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുമായിരിക്കണം. ഒരു കാലത്ത് ശാപത്തിന്റെ തിക്തഫലം
അനുഭവിച്ച് ജാതിക മര്യാദകൾ അനുസരിച്ച് ജാതികളുടെ മധ്യേ കഴിഞ്ഞിരുന്നവർ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനാൽ രക്ഷ പ്രാപിച്ച് ശാപബന്ധനങ്ങൾ അഴിയപ്പെട്ടവരായി, ആത്മാവിനാൽ ജീവൻ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി, അവകാശവും അധികാരവും ഉള്ളവരായി സ്വാതന്ത്ര്യത്തിൽ കഴിയുന്നവരിൽ ഭയം വ്യാപരിക്കേണ്ട കാര്യം ഒട്ടുമേയില്ല. അവർ ക്രിസ്തുവേശുവിൽ ധൈര്യശാലികളായി ജീവിക്കണം. അവർ ഭീരുക്കളായി പോകരുത്, സംശയാലുക്കളായി പോകരുത്. അവർ വിശ്വാസത്തിന് ഉറപ്പിൽ ആത്മാവിൽ ജീവിക്കുവാൻ ഇടയാകണമെന്ന് തിരുവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയരെ, ഒരു വിശ്വാസി തൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള യാത്ര ഭയപ്പാടോടെ നോക്കിക്കൊണ്ടേയിരിക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി പ്രത്യാശയുടെ ഉടമയാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിശ്വാസിയുടേത്. ആ അനുഗ്രഹിക്കപ്പെട്ട ഭാവി പ്രത്യാശയിലേക്ക് ഇനിയും പ്രവേശിക്കപ്പെട്ടില്ലാത്തവർ വേഗം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്വർഗീയ പൗരത്വത്തിന് അവകാശികളായി തീരുവാൻ ഇന്നും ദൈവം അവസരം നൽകി തന്നുകൊണ്ടേയിരിക്കുന്നു. പ്രത്യാശയുള്ളവനെ, അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവനെ തന്നെ ഭയപ്പെടുത്തുക എന്നുള്ളത് ശത്രുവിൻ്റെ ജോലിയാണ്. അവൻ അത് മടികൂടാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിസ്സംശയം കർത്താവ് തന്നെ പല പ്രാവശ്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ ഭീരുക്കളാകരുത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. രക്ഷിക്കപ്പെട്ടവനെ, വീണ്ടും ജനിക്കപ്പെട്ടവനെ എപ്പോഴും ശത്രു ലക്ഷ്യമിടുന്നു. അവനെ ഭയമുള്ളവനാക്കി തീർക്കുവാൻ ശത്രു ആദ്യം ചെയ്യുന്നത് അവൻ്റെ ഉള്ളിൽ സംശയം ജനിപ്പിക്കുക എന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ സംശയം വാഴുവാൻ അനുവദിച്ചാൽ ശത്രുവിന് നിങ്ങളുടെ ജീവിതത്തിൽ കാൽച്ചുവടുകളെ വെച്ചുറപ്പിക്കുവാൻ പ്രിയരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുകയാണ് എന്ന് തിരിച്ചറിയണം. അത് കുടിലിൽ ഒട്ടകത്തിന് തലകടത്തുവാൻ ഇടം കൊടുത്തതിന് തുല്യമാകുന്ന അവസ്ഥയായി പോകും. സംശയത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഓർപ്പിക്കുന്നു. പിശാച് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു നിൽക്കുവാൻ ഒട്ടും അനുവദിച്ചുകൂടാ. പ്രിയരെ, വിശ്വാസികളുടെ ജീവിതത്തിൽ അവകാശമാക്കിയെടുക്കുവാനുള്ളതാണ് ദൈവിക വാഗ്ദത്തങ്ങൾ. സമാധാനം, സ്വസ്ഥത, സന്തോഷം, ആയുസ്, ആരോഗ്യം, ആത്മാക്കൾ, ശുശ്രൂഷ, ആത്മീയ വരങ്ങൾ തുടങ്ങി നിരവധിയായ ദൈവിക വാഗ്ദത്തങ്ങൾ സ്വന്തമാക്കിയെടുക്കുവാനുള്ളവനാണ് ഒരു ദൈവപൈതൽ. ചിലരെങ്കിലും അവരുടെ ജീവിത സാഹചര്യങ്ങളാൽ ഭയമുള്ളവരായി തീർന്ന് പറയുന്നത്, വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നതിന് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ അധരത്തിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം വരുവാൻ ഇടയാകരുത്. ഉള്ള സമാധാനം കൂടെ, സന്തോഷം കൂടെ നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഒരിക്കലും പറയരുത്. ഇത് ശത്രുവിൻ്റെ പ്രവൃത്തിയാണ്. ആകയാൽ ഭയത്തെ പുറത്താക്കി കളയുക. നിങ്ങളുടെ ജീവിത പരിതസ്ഥിതികൾ പ്രിയരെ നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ നന്നായി വ്യക്തമായി അറിയുന്നവനാണ് സർവജ്ഞാനിയായ ദൈവം. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വാസമുള്ളവരായി, പ്രതീക്ഷയും പ്രത്യാശയുമുള്ളവരായി തീരുക. അതിനുവേണ്ടി ദൈവവചനത്തിൽ മുറുകെ പിടിക്കണം. ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരെങ്കിലുമൊക്കെയോ അല്ലെങ്കിൽ സഭയോ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് ഒഴിഞ്ഞു മാറിപ്പോകാതെ സ്വയം കൂടപ്പുറപ്പെ നിങ്ങളുടെ കിടക്കമുറിയിൽ മുട്ടുമടക്കി ദൈവത്തോട് നേരിട്ട് സംസാരിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം നിങ്ങളുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്ന് കാത്തിരുന്ന് കാണുക. വിശ്വാസത്തിൻ്റെ ആത്മാവിൽ ആശ്രയിച്ച് ദൈനംദിനമുള്ള ജീവിതം ജീവിക്കുക. കൂടപ്പുറപ്പെ, നിങ്ങളുടെ മുൻപിലുള്ള പ്രശ്നത്തിൻ്റെ, രോഗത്തിൻ്റെ, കടഭാരത്തിൻ്റെ വലിപ്പമോ പഴക്കമോ കണ്ട് ചിന്തിച്ച് ഭയക്കണ്ട. ദൈവത്തിന് അത് നിസ്സാരമായ കാര്യം തന്നെ. നിങ്ങൾ അവനിൽ, അവൻ്റെ വചനത്തിൽ
വചനത്തിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുക. ദൈവത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വം കൊടുക്കുവാനുള്ള സന്തോഷം നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങുകയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ഓർപ്പിക്കുക. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി മുഴങ്ങും. പ്രശ്നങ്ങൾ മാറിപ്പോകും. സാഹചര്യങ്ങൾ അനുകൂലമാക്കപ്പെടും. പ്രശ്നത്തെ, രോഗത്തെ, കടഭാരത്തെ ഒക്കെ നോക്കുന്നതിന് പകരം വിശ്വാസത്താൽ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുക. കർത്താവിൽ തന്നെ ആശ്രയം വെക്കുക. കർത്താവാകുന്ന അനുഗ്രഹീതമായ സങ്കേതത്തിലേക്ക് ഓടിക്കയറി അവിടെ വിശ്രമിക്കുവാൻ താല്പര്യപ്പെടുക. നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ പിതാവേ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല ദിവസത്തിനായി, പ്രഭാതത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അപ്പച്ചൻ്റെ പാദപിടുത്തങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കേൾക്കപ്പെട്ട ദൈവവചനത്താൽ ആത്മീയമായി ഉത്തേജിപ്പിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഉയരത്തിലെ ശക്തി പകർന്നു കൊടുത്ത്, ആത്മാവിനെ നടത്തിപ്പ് കൊടുത്ത്, ഭയത്തെ പുറത്താക്കി കളഞ്ഞ് ധൈര്യത്തോടെ കാൽച്ചുവടുകൾ വെച്ച് മുൻപോട്ട് പോകാൻ, കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുവാൻ, വചനം പറയാൻ അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഇന്നു പകൽ സഹായിക്കണം. അതിൻ്റെ വെളിച്ചത്തിലുള്ള മറുപടികളും വിടുതലുകളും അവർ വിശ്വാസത്താൽ ഏറ്റെടുത്ത് അനുഭവിക്കുവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ഇടയാക്കണം. അപ്പച്ച, പ്രാർത്ഥന കേട്ട് അങ്ങയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരിയ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ആരാധന ആരാധന യാഹന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാഹന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. അങ്ങയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. അങ്ങയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാഹന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും